ഹലോ ഫ്രണ്ട്സ്, വെൻ ദ സ്റ്റാർ ഗോസിപ്പ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ കങ്സു അയച്ച എംബ്രിയോയുടെ ഫോട്ടോസൊക്കെ ചെയർമാനും മറ്റ് സ്റ്റാഫ്സൊക്കെ കാണുന്നതും എല്ലാവരും അത്ഭുതപ്പെടുന്നുണ്ട്. മെയിൻ ഡോക്ടറാണെങ്കിൽ 7 ഫെർട്ടിലൈസേഷൻ നടന്നിട്ടുള്ളത്. അത് സേഫായിട്ട് തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ അതിൽ നിന്നും ഹെൽത്തി ആയിട്ടുള്ള 3 മാഡത്തിൻ്റെ യൂട്രസിൽ ഇഞ്ചെക്ട് ചെയ്യാന്നൊക്കെ പറയുന്നതും മായ്ക്ക് നന്നായിട്ട് സന്തോഷമാകുന്നുണ്ട്. ഇപ്പോഴാണ് എനിക്ക് ശരിക്കും സമാധാനമായി എന്ന് പറയുന്ന ചെയർമാനാണെങ്കിൽ മകളോട് എന്താ നീ അവളെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നില്ലേ എന്നാണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ മായ്ക്കാണെങ്കിൽ ഗോവിനെ ഫേസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ആര് ചെയ്താലും ഇത് സക്സസ് ആവുക എന്ന് മാത്രമല്ല ഇപ്പോൾ മാ ചിന്തിക്കത്തുള്ളൂ. ഇതേ ടൈമിൽ സ്പേസ് സ്റ്റേഷനിലാണെങ്കിൽ ഈവ് എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരിക്കും. ഇത് മുറൂലിയല്ലേ എന്ന് സെങ്ജുൻ ചോദിക്കുന്നതും ഈവാണെങ്കിൽ പവർ ഓഫ് ചെയ്യാൻ പറയുകയാണ്. കാരണം ഇവൻ ലോക്ക് തുറന്നു കൊടുക്കുന്നില്ലല്ലോ, എനിക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയം തായോ എന്ന് കങ്സ് ചോദിക്കുന്ന ടൈമിൽ സെങ്ജുൻ ആണെങ്കിൽ ഇവനിട്ടൊന്ന് കൊടുക്കുന്നുണ്ട്. ഡോർ അൺലോക്ക് ചെയ്യാൻ പറയുന്നതും ഇത് കാണുമ്പോൾ എല്ലാവരും ഷോക്കാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഗോങ്യോങ്. ഇവന് കിട്ടേണ്ട അടിയായിരുന്നു. എന്തായാലും കങ്സ് ഇത് എടുത്തു കൊടുക്കുന്ന ടൈമിൽ ഇവരിത് ചെക്ക് ചെയ്യുന്നതും ഇത് ശരിക്കുള്ള ഹ്യൂമൻസിന്റെ മുറൂല തന്നെയാണെന്ന് അവിടെ പറയുന്നുണ്ട്. ഇതേ ടൈമിൽ ഇതൊന്നും അറിയാത്ത ചെയർമാൻ ആണെങ്കിൽ മായോട് നീ നന്നായി റെസ്റ്റ് എടുക്കണം, അവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഗോങ്യോങ്ങിനെ നമുക്ക് മാറ്റാം, അവൻ അത്ര നല്ല ഡോക്ടറൊന്നുമല്ല, അവനേക്കാൾ നല്ല ഡോക്ടറെ നമുക്ക് അപ്പോയിൻമെന്റ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ഗോയിനയ്ക്ക് ഇതൊന്നും ഇഷ്ടമാകുന്നില്ല. അതുപോലെ ഇനി അവൻ്റെ ആവശ്യമില്ലല്ലോ, അവൻ നമ്മുടെ ഫാമിലിക്ക് പറ്റിയിട്ടുള്ള ആളല്ല, അതുകൊണ്ട് കങ്സുവിനെ നീ വിവാഹം കഴിക്കണമെന്ന് ഗോവിനോടും പറയുന്നുണ്ട്. ഇതേ ടൈമിൽ സ്പേസ് സ്റ്റേഷനിലാണെങ്കിൽ ഈവ് ഇതുവരെ ആരും ഇവിടേക്ക് എക്സ് കൊണ്ടുവന്നിട്ടില്ല, ഇതെങ്ങനെ കൊണ്ടുവന്നു, എവിടെ എത്തി, ആരുടേതാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഗോങ്യോങ് ശരിക്കും പേടിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ കങ്സു ആണെങ്കിലും ഇത് ഞാൻ എഗ്സ് ബാഗിൽ നിന്ന് വാങ്ങിയതാണെന്ന് പറയുന്നതും കൊണ്ടുവന്നത് ഈ ഫ്രൂട്ട് ഫ്ലൈസിന്റെ സാമ്പിൾസിന്റെ കൂടെയാണ് കൊണ്ടുവന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സ്പേംസോ തൻ്റെ തന്നെയാണ് യൂസ് ചെയ്തതെന്ന് ചോദിക്കുന്ന ഇവളോട് അല്ല അത് പിന്നെ ഞാൻ സാൻഡിയുടെ യൂസ് ചെയ്തു എന്നാണ് അവിടെ പറയുന്നത്. അതായത് നേരത്തെ ഒരു സീനിലും കാണിച്ചിരുന്നു ഗോങ്യോങ് സാൻഡിയോട് വന്ന് പറയുന്നത്, അതായത് നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന്. സംഭവം എന്താണെന്ന് വെച്ചാൽ സാൻഡിക്ക് കുട്ടികളൊന്നുമില്ല. അപ്പോൾ ആള് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ സ്പേംസ് കളക്ട് ചെയ്ത് ഫ്രീസ് ചെയ്ത് വെക്കാറുണ്ട്. കാരണം ഒരു വർഷം കാലമൊക്കെ ആളിവിടെ ഉണ്ടായിരിക്കില്ല, അപ്പോൾ തിരിച്ചു പോകുമ്പോൾ അത് കൊണ്ടുപോകാനാണ്, അതിൽ നിന്ന് എടുത്തു എന്നാണ് ഇപ്പോൾ പറയുന്നത്. സെങ്ജുൻ ആണെങ്കിലോ ഇത് ഇംഗ്ലീഷിൽ സാൻഡിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവനാകെ ഇമോഷണൽ ആവുകയാണ്. അതായത് ഇതൊക്കെ എൻ്റെ ബേബീസ് ആണോ എന്ന് ചോദിക്കുന്ന സാൻഡിയാണ് അവിടെ കാണിക്കുന്നത്. ഇതേ ടൈമിൽ കങ്സു ആണെങ്കിൽ കണ്ടില്ലേ ഞാനിപ്പോൾ പറയുന്നത്, സാൻഡിക്ക് ഇതുവരെ നാട്ടിൽ വെച്ചിട്ട് ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ല, പക്ഷേ സ്പേസിൽ അത് സംഭവിച്ചു, അത് വലിയൊരു മാറ്റില്ലെന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ ഈവാണെങ്കിൽ ദേഷ്യത്തിൽ നിങ്ങളൊരു സയൻറ്റിസ്റ്റ് എന്ന് വിളിക്കാൻ പോലും കഴിയത്തില്ലെന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നത്, ഒരു സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ അയാളുടെ ഇമാജിനേഷനേക്കാൾ അപ്പുറം അയാൾ കാര്യങ്ങൾ ചെയ്തു പോകും, ഞാൻ അല്ലെങ്കിൽ മറ്റൊരാൾ നാളെ ഇത് ചെയ്തു എന്ന് വരും, ഞാനിങ്ങനെ ചെയ്യുമ്പോൾ അത് പുതിയ വഴിത്തിരിവല്ലേ വരുന്നത്, നിങ്ങളെന്തത് മനസ്സിലാക്കാത്തത്, നീ തന്നെ ഇതൊക്കെ തന്നെയല്ലേ എലികളിലും ചെയ്യുന്നത്, എലികളിങ്ങനെ ക്രോസ് ചെയ്തോ അവർക്ക് ബേബീസ് ഉണ്ടായോ എന്നൊക്കെ അറിയാനല്ലേ നിങ്ങളും വന്നിരിക്കുന്നത്, ഈ നീ ആണെങ്കിലോ മൈസ് ഇങ്ങനെ പ്രഗ്നൻ്റ് ആയോ അവർ ക്രോസ് ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് എപ്പോൾ നോക്കിയാലും ഇങ്ങനെ നിരീക്ഷിക്കുന്നത് കാണാലോ. അപ്പോൾ മനുഷ്യരുടെ കേസ് വന്നപ്പോൾ നിനക്കെന്താ ചേഞ്ച് ആയോ മൈൻഡ് എന്ന് ചോദിക്കുന്ന ടൈമിൽ ആദ്യം എല്ലാവരും ഒന്ന് സൈലൻ്റ് ആകുന്നുണ്ട്. പക്ഷേ ഈവാണെങ്കിലും ഞാൻ ഇതെന്തായാലും നശിപ്പിക്കാൻ പോകുകയെന്ന് പറയുമ്പോൾ സാൻഡിക്ക് നല്ല വിഷമം വരുന്നുണ്ട്. സാൻഡി ഇവർ സമാധാനിപ്പിക്കുന്നുണ്ട്, സാൻഡിക്ക് അറിയത്തില്ലല്ലോ ഇത് ഇവൻ്റെ അല്ല എന്ന്. എന്തായാലും ഞാനിത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് ഇവൾ അവിടെ നിന്നും പോകുന്ന ടൈമിൽ ഗോങ്യോങ് ആണെങ്കിൽ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് പതുക്കെ ഇവനോട് ചോദിക്കുന്നുണ്ട്. കങ്സു ആണെങ്കിലും നീ ഉള്ളിൽ ചിരിക്കുകയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുമ്പോൾ തനിക്കെന്താ ഭ്രാന്തുണ്ടോ, ഈ എംബ്രിയോസ് അവരുടെ അമ്മയിൽ നിന്ന് 400 കിലോമീറ്റർ അകലെയാണ്, ഇത്രയ്ക്കും റിസ്ക് എടുത്ത് ചെയ്യുന്ന ഈ ഒരു കാര്യം സക്സസ് ആവണമെന്നേ ഉള്ളൂ, അല്ലാതെ ആര് ചെയ്യണം എന്നുള്ളത് എനിക്ക് പ്രാധാന്യമില്ല എന്നവിടെ പറയുന്നതും ഇവനാണെങ്കിൽ പിന്നീട് ഈവിൻ്റെ പിന്നാലെ പോകുന്നുണ്ട്. സ്പേസ് സ്റ്റേഷനിൽ തന്നെ ഇതിങ്ങനെ ക്രാക്ക് ചെയ്യാനുള്ള എന്തൊരു മെഷീൻ ഉണ്ടായിരിക്കും, ഇവൾ അത് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ പിന്നാലെ വരുന്ന ഇവനാണെങ്കിൽ നിങ്ങളിത് ശരിക്കും നശിപ്പിക്കാൻ പോവുകയാണോ, അത് ജീവനുള്ളതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ സെൻറ്റിമെൻറ്റ്സ് ഒന്നും ആവേണ്ട ആവശ്യമില്ല, ഇത് വെറും സെല്ലാണെന്ന് പറയുന്നതും സെൽ ഡിവൈഡ് ചെയ്തുല്ലോ, ഇതിപ്പോൾ മുറുലയാണ്, ഒരു സ്പേംസ് എഗ്ഗിന് മീറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെയാണ് ഒരു ജനനം സംഭവിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നിങ്ങളിത് ചെയ്യാൻ പാടത്തില്ല എന്ന് പറയുമ്പോൾ തനിക്കെന്താ ഭ്രാന്തുണ്ടോ, ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് വല്ല ബോധമുണ്ടോ, സ്പേസിൽ വെച്ചിങ്ങനെ നടന്ന് തിരിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഇതിൽ വല്ല റേഡിയസോ അതുപോലെ വല്ല ന്യൂക്ലിയറൊക്കെ ഉണ്ടെങ്കിലോ, അതായത് ക്യാൻസറിന് അല്ലെങ്കിൽ മറ്റു വല്ല രോഗങ്ങളുണ്ടായാലോ ഇവിടുത്തെ എനർജി ഭൂമിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാവുക നമുക്ക് പറയാൻ കഴിയില്ല, ഇത് വളരെ ഡേഞ്ചറാണെന്നൊക്കെ പറയുന്ന ഈവിനോട് ആയിരിക്കാം, പക്ഷേ ഇതൊക്കെ സമ്മതിച്ച് നാളെ ഒരുപാട് പേര് മുന്നിലേക്ക് വരികയാണെങ്കിലോ ഇത് വലിയ നേട്ടമല്ലേ, ഇതിനിങ്ങനെ നശിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഭൂമിയിൽ തിരിച്ചു പോയി തൻ്റെ ക്ലിനിക്കിൽ പറഞ്ഞാൽ മതി, ഇവിടെ ഒരു ലോ ഉണ്ട്, അതിനെതിരാണ് ആളിപ്പോൾ എന്താ ചെയ്തത്, ഇവിടുത്തെ ടീംമേറ്റിൻ്റെ തന്നെ സ്പേം അയാളുടെ അനുവാദമില്ലാതെ എടുത്ത് മറ്റേതൊരു സ്ത്രീയുടെ എഗ്ഗുമായി ക്രോസ് ചെയ്തിട്ട് ഒരു ജീവൻ ഉണ്ടാക്കാൻ നോക്കുന്നു, അയാൾ എന്താ സ്വന്തമായിട്ടൊരു ഗോഡാണെന്നാണോ കരുതിയത്, ഇതൊന്നും ഇവിടെ നടക്കത്തില്ലെന്ന് പറയുന്ന ഇവളോട് നിയമങ്ങൾ എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഇതൊരു ജീവനല്ലേ, അതിനല്ലേ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, നിങ്ങൾ തന്നെയല്ലേ ഇവിടെ വന്ന ടൈമിൽ ഈച്ച് ഇങ്ങനെ മേറ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ അതിന് വലിയ പ്രാധാന്യം കൊടുത്തത്, അങ്ങനെയുള്ള ആൾ ഈ ഒരു കേസിൽ എന്തെങ്ങനെ പെരുമാറുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ തനിക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞ് ഈ ക്രാക്കിംഗ് മെഷീനിൽ ഇത് ഇടുന്നുണ്ട്. ഇത് കാണുമ്പോൾ
കാണുമ്പോൾ ഇവനങ്ങ് ഞെട്ടിത്തരിച്ച് നിന്ന് പോവുകയാണ്. ഇവളാണെങ്കിലും പിന്നീട് അത് ഡിസ്പോസൽ ചെയ്യാൻ നോക്കുമ്പോൾ ഇവനാണെങ്കിൽ മർഡറർ എന്ന് പറയുന്നുണ്ട്. എന്തെന്ന് ചോദിക്കുന്ന ഇവളോട് കൊലയാളി എന്നിവൻ പറയുന്നതും ഈ സീൻ ഇവിടെ കട്ട് ചെയ്ത് ചെയർമാൻ്റെ അടുത്തിരിക്കുന്ന മായാണെങ്കിൽ ഈ എംബ്രിയോസിൻ്റെ ഫോട്ടോസൊക്കെ നോക്കി നിൽക്കുന്നതും വിഷമത്തിൽ അവിടെ നിന്ന് ഗോവിനെ പോകുന്നതും കാണിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ ഇവനാണെങ്കിൽ എന്താ പറഞ്ഞത് കേട്ടില്ലേ, കൊലയാളി നിനക്ക് 2 ഫേസ് ഉണ്ട്, എനിക്ക് നിന്നോട് ഇഷ്ടം തോന്നിയത് ആലോചിച്ചപ്പോൾ എന്നോട് തന്നെ വെറുപ്പ് തോന്നുകയാണ്. എൻ്റെ ലൈഫ് പോലും പണയം വെച്ചിട്ടാണ് ഞാൻ റിസ്ക് എടുത്തിട്ടാണ് നിന്നെ രക്ഷിക്കാൻ നോക്കിയത്, അതിലെനിക്കിപ്പോൾ നല്ല കുറ്റബോധം തോന്നുന്നുണ്ട്, നീ അങ്ങ് മരിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ ഇവൻ ദേഷ്യത്തിൽ പറയുന്നതും ഇത് കേൾക്കുന്ന ഇവൾക്ക് നല്ല വിഷമം വരുന്നുണ്ടെന്ന് ഇവളുടെ ഫേസിലെ ഒരു ചേഞ്ച് കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇവനാണെങ്കിലോ എനിക്ക് നിന്നോട് ഇനി ഒരു ഇഷ്ടമില്ല, എല്ലാം ഞാൻ തിരിച്ചെടുത്തു എന്ന് പറയുമ്പോൾ നന്നായി എന്നാണ് ഇവൾ തിരിച്ചു പറയുന്നത്. പിന്നീട് ഇവൾ ചീഫിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നതും കൺട്രോൾ റൂമിലുള്ള എല്ലാവരും ഇത് കേട്ട് ഷോക്കാകുന്നുണ്ട്. എൻ്റെ ഈ മൂക്കിൻ്റെ തുമ്പത്തോ ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ട് എനിക്കൊന്നും അറിയാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഈ കമാൻഡർ പൊസിഷനിൽ നിന്ന് ഞാൻ ഒഴിയാണെന്ന് ഇവൾ പറയുന്നതും പിന്നീട് ചീഫ് എല്ലാവരോടും കൂടി സംസാരിക്കുന്നുണ്ട്. കങ്സു ചെയ്തത് വലിയ തെറ്റായതുകൊണ്ട് തന്നെ ആൾ ഡിസ്മിസൽ ചെയ്യുന്നുവെന്നും ഇനി ഒരു ആസ്ട്രോണൻ്റ് ആയിരിക്കില്ല എന്നൊക്കെ അവിടെ പറയുമ്പോൾ ഇവനിങ്ങനെ ഒന്നും പ്രതികരിക്കാതെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അതുപോലെ ഈവിനോട് ഈ റെസ്പോൺസിബിലിറ്റി ഒന്നും ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല, ഈ കമാൻഡർ പൊസിഷനിൽ നിന്ന് ഒഴിയേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ടാണ് കോൾ കട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു നിശബ്ദതയായിരിക്കും അവിടെ. അതിനുശേഷം ഇവൻ ഇങ്ങനെ തരിച്ച് ഒന്നും പ്രതികരിക്കാതെ നിൽക്കുന്നതും തൊട്ടപ്പുറത്ത് മാറിയിരിക്കുന്ന ഗോങ്യോങ് ആണെങ്കിൽ ഇവനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരിക്കും ആലോചിക്കുന്നത്. അതായത് നിങ്ങൾ ഈ പ്രൊജക്റ്റ് ചെയ്യരുതെന്നും നിങ്ങൾ ചെയ്തിട്ട് അവർ പിടിക്കുകയാണെങ്കിൽ അത് കങ്സുവിനെ വരെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുന്ന ഇവനാണെങ്കിൽ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് ഈവ് വരുന്നതും ഈ മൈക്രോസ്കോപ്പ് ഉണ്ടല്ലോ അതൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റുകയാണ്. ഇതെന്താ ചെയ്യുന്നത്, ഇത് എന്തിനെടുത്ത് മാറ്റുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഫ്രൂട്ട് ഫ്ലൈസിൽ പരീക്ഷണം നടത്താമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇതൊക്കെയല്ലേ ഇവിടെ കാണിച്ചു കൂട്ടിയത്, ഇതുപോലെ മറ്റാരെങ്കിലും ചെയ്താലോ എനിക്ക് ആരെയും വിശ്വാസമില്ല, അതുകൊണ്ട് ഇത് മെയിൻ മൊഡ്യൂളിലേക്ക് മാറ്റുകയാണ്, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ അത് പിന്നെ എനിക്ക് ഫ്രോസൺ സ്പേംസിൻ്റെ മോട്ടിലിറ്റിയൊക്കെ ചെക്ക് ചെയ്യണമെന്ന് പറയുന്നതും അത് തന്നെയാണ് പറഞ്ഞത്, അല്ല തന്നോട് ഒരു പ്രൊജക്റ്റും ചെയ്യേണ്ടെന്നല്ലേ മുകളിൽ നിന്ന് പറഞ്ഞത്, പിന്നെ എന്തിനൊക്കെ ചെയ്യേണ്ട ആവശ്യം എന്ന് ചോദിക്കുന്ന ഇവളാണെങ്കിൽ ഇതെല്ലാം തന്നെ ഇവർ കാണാതെ ലോക്കൊക്കെ ഇട്ടിട്ടാണ് പൂട്ടിയിടുന്നത്. ഇതേ ടൈമിലാണ് പാർക്ക് ഇവളെ വിളിക്കുന്നതും ഇവളാണെങ്കിൽ ക്യാമറയിലേക്ക് നോക്കി പാർക്ക് ഇവളെ കാണുന്നുണ്ടെന്ന് ഇവൾക്കറിയാം. ഇവൾ ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ല ഇതിങ്ങനെ ലോക്ക് ചെയ്ത് അപ്പോൾ എനിക്ക് ഉപയോഗിക്കേണ്ടി വന്ന എന്താ ചെയ്യുമെന്ന് ചോദിക്കുന്ന ഗോങ്യോങ്ങിനോട് അത് മുകളിൽ നിന്ന് ഉത്തരവ് വാങ്ങിയിട്ട് അങ്ങ് ഉപയോഗിച്ചാൽ മതി, അതും ഈ CCTVയുടെ അടിയിൽ വെച്ചിട്ട്, ഇതാകുമ്പോൾ 24/7 വർക്കിംഗ് ആണ്, ഇതിനൊന്നും ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അതിനിപ്പോൾ ഏത് 70 ബില്യൺ കൊടുത്തു വന്ന ടൂറിസ്റ്റ് ആയാലും അതങ്ങ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഇവൾ അവിടെ നിന്നും പോകുന്ന ടൈമിൽ ഇവൻ ശരിക്കും പെട്ടുപോകുന്നുണ്ട്. ഇതേ ടൈമിൽ പാർക്കാണെങ്കിലും ഇവളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ എടുക്കാത്തത് കൊണ്ട് ആകെ ഡൗട്ട് അടിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ചെയർമാൻ ആണെങ്കിൽ ഈ സന്തോഷത്തിൻ്റെ ഭാഗമായി മകളെയും മരുമകളെയൊക്കെ വിളിച്ച് ഡിന്നർ കഴിക്കുന്നതും അപ്പം മരുമകളോടാണെങ്കിൽ ഇനി ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടർ പൊസിഷൻ നിനക്കുള്ളതായിരിക്കും എന്നൊക്കെ പറയുന്നതും മകളോടാണെങ്കിൽ ഈ വൈസ് ചെയർവുമണിന് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊടുത്തതെന്ന് പറയുമ്പോൾ ഗോവിൻ അച്ഛൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. നിനക്ക് മനസ്സിലായില്ല അല്ലേ, കങ്സു തിരിച്ചു വന്നു കഴിഞ്ഞ് ഉടനെ തന്നെ നീ അവന് വിവാഹം കഴിക്കണം, അതിനുശേഷം ഇനിയുള്ള 30 വർഷം നീ ആയിരിക്കും എംസെഡ് ഗ്രൂപ്പിൻ്റെ ചെയർവുമൺ, അതിനുശേഷം 30 വർഷം എൻ്റെ പേരക്കുട്ടികളായിരിക്കും, എന്താ അടിപൊളിയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന് തന്നെ ഗോവിൻ അവിടെ പറയുന്നുണ്ട്. അപ്പം അച്ഛനാണെങ്കിലും അത് പറഞ്ഞ് എങ്ങനെ ശരിയാകും, അത് തന്നെ നടക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്ന ടൈമിലാണ് ഇവരെ കങ്സു വിളിക്കുന്നതും. ചെയർമാൻ ആണെങ്കിലും ഓഡിയോ കോൾ ആണോ ഇപ്പം എല്ലാവരും ഇല്ലേ, അത് വീഡിയോ കോൾ ആക്കുമെന്ന് പറയുന്നുണ്ട്. മൊറുലാസ് ഒക്കെ ഫ്രീസ് ചെയ്തു എന്ന് ചോദിക്കുന്ന ചെയർമാൻ ആണെങ്കിൽ ഗോങ്യോങ്ങിൻ്റെ കയ്യിൽ ഞാൻ സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതിലാകുമ്പോൾ റേഡിയൻസ് ഒന്നും എടുക്കത്തില്ല, ഒരു റേസും വരത്തില്ല, അത് ഉപയോഗിച്ചാൽ മതി, അവനിനി ആവശ്യമില്ലല്ലോ, അവൻ്റെ അടുത്ത് നിന്ന് അങ്ങ് വാങ്ങിയേക്കെന്നൊക്കെ പറയുന്ന ടൈമിൽ കങ്സു ആണെങ്കിൽ സോറി എൻ്റെ കയ്യിൽ നിന്നെല്ലാം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയുന്ന ടൈമിൽ ചെയർമാൻ ആണെങ്കിൽ എല്ലാം പോയോ എന്നാണ് അവിടെ ചോദിക്കുന്നത്. അപ്പം കങ്സു ആണെങ്കിൽ എൻ്റെ അടുത്ത് ഇനി ഒന്നുമില്ല, ഗോങ്യോങ്ങിൻ്റെ കയ്യിൽ 3 എഗ്സ് ഉണ്ടെന്ന് പറയുന്നതും ഗോവിനാണെങ്കിൽ ഇത് എവിടുന്നെന്ന് ചോദിച്ചില്ലേ, ഗോങ്യോങ്ങിന് വല്ല പ്രശ്നം ഉണ്ടായോ എന്നാണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഇവനാണെങ്കിലോ ഞാൻ എഗ് ബാങ്കിൽ നിന്നാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് ഇതുവരെ ഇത് മായയുടെ കാര്യങ്ങളാണെന്നൊന്നും ആർക്കും അറിയത്തില്ലെന്ന് പറയുമ്പോൾ ചെയർമാൻ ആണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ നോക്കുന്നൊക്കെ പറയുന്ന ടൈമിൽ എനിക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല, കാരണം എല്ലാ എക്യുപ്മെന്റ്സ് എടുത്ത് ലോക്ക് ചെയ്തു, ഇനി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ തന്നെ 24/7 CCTV സർവീലിയൻസ് ഉണ്ടായിരിക്കും എന്ന് പറയുന്ന ടൈമിൽ ഇങ്ങോരാണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ടിട്ട് എൻ്റെ പേരക്കുട്ടികളെ കൊന്നത് നിന്റെ കമാൻഡർ ആണോ എന്നൊക്കെ ചോദിച്ച് ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ട്. ഇവർ ടെൻഷൻ അടിക്കുന്ന ടൈമിൽ പാവം മായാണെങ്കിൽ ആകെ തരിച്ചങ്ങ് ഇരുന്ന് പോകുന്നുണ്ട്. ഇതേ ടൈമിൽ നന്നായി ഇടിവെട്ടി മഴയൊക്കെ പെയ്യുന്നുണ്ട്. ആളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന അതേ ടൈമിൽ തന്നെ മറ്റൊരു കോർണറിലുള്ള ഇവൻ്റെ അമ്മമാരുണ്ടല്ലോ അവരാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നതും നമ്മുടെ മകനിപ്പോൾ സുഖമായിരിക്കും എന്നൊക്കെ ചോദിച്ച് മുകളിലേക്ക് നോക്കുന്നൊരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ മിനാലി ആണെങ്കിൽ വെള്ളം കുടിക്കുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന സെങ്ചുൻ ആണെങ്കിൽ ഈ കങ്സ് എന്തൊരു സാധനാലയെന്ന് പറഞ്ഞിട്ട് അവൻ അടിച്ച ലോട്ടറി ടിക്കറ്റ് ഇപ്പോൾ തൻ്റെ കയ്യിലുണ്ടെന്ന് എനിക്ക് അറിയാമെന്ന് പറയുമ്പോൾ ഇവൾ ശരിക്കും ഷോക്കാകുന്നുണ്ട്. ഞാൻ എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല 3 ദിവസത്തിനുള്ളിൽ സാൻഡി തിരിച്ചു പോകുന്നുണ്ടല്ലോ, നമുക്കത് സാൻഡിയുടെ കയ്യിൽ കൊടുത്തയക്കാം, 1 മാസത്തിൻ്റെ ഉള്ളിൽ അത് സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പൈസ കിട്ടില്ലല്ലോ, നമുക്കത് 3 ഷെയർ ആയിട്ട് പങ്കുവെക്കാം, അപ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ലെന്ന് പറയും.
പറയുമ്പോൾ ഇവളാണെങ്കിൽ അപ്പം എൻ്റെ ചേച്ചി എന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. അത് കൊള്ളാം, കണ്ടെത്തിയത് താനാണ്. പിന്നെ ഇത് ഞാൻ സാൻഡിയോട് കൺവിൻസ് ചെയ്യിപ്പിക്കുന്നത് ഞാനുമാണ്, സാൻഡിയാണ് കൊണ്ടുപോകുന്നത്. അപ്പം 3 ഷെയർ പോരെ എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ ഒരു പാവമാണ്. ഇവളാണെങ്കിൽ വിക്കിയിട്ട് പറ്റത്തില്ല, 4 പങ്ക് വെക്കണം എന്നൊക്കെ അവിടെ പറയുമ്പോൾ ഇത് വല്ലാത്ത തൊയിരക്കേടായല്ലോ എന്നൊരു എക്സ്പ്രഷൻ ആയിരിക്കും സെങ്ജുന്. ഇതേ ടൈമിൽ ബോധം വരുന്ന ചെയർമാൻ ആണെങ്കിൽ ഗോങ്യോങ്ങിനെ വിളിക്കുക, അവനോട് അത് ചെയ്യാൻ പറയുന്നതാണ് പറയുന്നത്. അവസാനം ഗോങ്യോങ്ങിനെ പറ്റുമെന്ന് ആൾക്ക് മനസ്സിലായി. പക്ഷേ ഗോയിനെ ആണെങ്കിലും അച്ഛൻ എന്താ ബോധമില്ല, CCTV സർവീലിയൻസ് ആണ് ഇപ്പോൾ ഉള്ളത്, അത് മാത്രമല്ല മൈക്രോസ്കോപ്പ് പോലും ഇല്ലാതെ ഇതൊക്കെ എങ്ങനെ ചെയ്യുക, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവന് കുഴപ്പമാവത്തില്ല എന്നൊക്കെ ചോദിക്കുന്നതും എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല, നീ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചെയ്യുമെന്നൊക്കെയാണ് ചെയർമാൻ അവിടെ പറയുന്നത്. അപ്പോൾ അങ്ങോട്ട് വരുന്ന മായയാണെങ്കിൽ അച്ഛൻ നമുക്കിത് വിട്ടുകളയാം, ഇതൊന്നും നടക്കത്തില്ല എന്ന് പറയുമ്പോൾ എനിക്കിതങ്ങനെ വിട്ടുകളയാൻ പറ്റത്തില്ല മോളെ എന്ന് പറയുന്ന ചെയർവുമണ്ണോട് ഗോവിനെയാണെങ്കിൽ അങ്ങനെ വിട്ട് കളഞ്ഞില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും പ്രശ്നമാകുമെന്ന് പറഞ്ഞിട്ട് ഇവൾ അവിടെ ഇരുന്ന് കരയുന്നതാണ് കാണിക്കുന്നത്. ഇതേ ടൈമിൽ ഒന്നും പറയാതെ വളരെ വിഷമത്തിൽ മാ പുറത്തേക്ക് പോകുന്നുണ്ട്. ഇതേ ടൈമിൽ ഫ്രണ്ടിനെ വിളിക്കുന്ന ഗോങ്യോങ് ആണെങ്കിൽ എൻ്റെ കയ്യിൽ 3 എഗ്സ് മാത്രമേ ഉള്ളൂ, അത് സക്സസ് ആക്കിയേ പറ്റൂ, സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ചെയ്യണം, കാരണം 3 ദിവസത്തിനുള്ളിൽ ഞാൻ ഇവിടെ നിന്നും പോകും, ഇത് മൊറുലാസായി മാറണമെന്നുണ്ടെങ്കിൽ 3 ദിവസം വേണമല്ലോ, എന്താ ചെയ്യാന്നൊക്കെ ചോദിക്കുമ്പോൾ ഫ്രണ്ട് ആണെങ്കിൽ എടാ മൈക്രോസ്കോപ്പ് ഇല്ലാതെ നീ ഇത് എങ്ങനെ ചെയ്യുമെന്നാണ് തിരിച്ച് ചോദിക്കുന്നത്. അപ്പോൾ ഗോങ്യോങ് ആണെങ്കിൽ ബയോളജിക്കൽ മൊഡ്യൂളിൽ നിന്ന് ഞാൻ കുറച്ച് പിപ്പറ്റ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ എടാ അത് ഉപയോഗിച്ച് നിനക്ക് എക്സിനെയും സ്പേംസിനെയും ഒക്കെ എടുക്കാം, പക്ഷേ ഇഞ്ചെക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിനക്ക് മൈക്രോസ്കോപ്പ് തന്നെ വേണ്ടേന്ന് ചോദിക്കുന്ന ഫ്രണ്ടിനോട് എനിക്ക് തന്നെ ഒരു മൈക്രോസ്കോപ്പായി മാറാൻ പറ്റിയിരുന്നെങ്കിലോ എന്നാണ് ഇവൻ തിരിച്ച് ചോദിക്കുന്നത്. ഇത് കേൾക്കുന്ന ഫ്രണ്ട് ആണെങ്കിൽ ചിരിക്കുന്നതും എടാ നീ ഇത് വിട്ടേക്ക്, മൈക്രോസ്കോപ്പ് ഇല്ലാതെ നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, അങ്ങനെ നീ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നിനക്കൊരു നൊബൽ പ്രൈസ് അങ്ങോട്ട് തരുമെന്ന് പറയുന്നതും ഈ ടൈമിലാണ് ഇവൻ എന്തോന്ന് കത്തുന്നത്. ഇവൻ അപ്പോൾ തന്നെ അവിടെ നിന്നും പോകുമ്പോൾ ഫ്രണ്ട് ആണെങ്കിൽ തുടങ്ങി എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അപ്പം ഇറങ്ങി പോകുന്നതാണ് അവിടെ പറയുന്നത്. ഇതേ ടൈമിൽ സാൻഡിയും സെങ്ജുനൊക്കെ മീറ്റിങ്ങിലായിരിക്കും. അല്ല ഈ ടൂറിസ്റ്റ് എന്താ പറഞ്ഞ് അവൻ്റെ കാല് വെറുതെ പിടിച്ചാൽ മതിയെന്നോ, എന്താ കാര്യം എന്നപ്പോൾ ചോദിച്ചില്ലേന്ന് ഇവളോട് ചോദിക്കുന്ന ടൈമിൽ മിനാലിയാണെങ്കിൽ എന്തിനാണെന്നൊന്നും പറഞ്ഞില്ല, അങ്ങനെയൊക്കെയാ പറഞ്ഞതെന്ന് പറയുമ്പോൾ സാൻഡി ആണെങ്കിൽ അവൻ എന്തെങ്കിലും ഉദ്ദേശമില്ലാതെ ഇങ്ങനെ പറയൂ, എന്നാലും എന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞ് സാൻഡി കൺഫ്യൂഷൻ അടിക്കുന്ന ടൈമിൽ മിനാലിയാണെങ്കിൽ ജസ്റ്റ് കാല് പിടിച്ചു കൊടുക്കുകയല്ലേ വേണ്ടു, എന്തെങ്കിലും ചെയ്തോട്ടെ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 500 മില്യൺ നമുക്ക് കിട്ടത്തില്ലേ എന്ന് പറയുന്നതും ഇവരാണെങ്കിൽ സൈലന്റ് ആകുന്നുണ്ട്. ആളെ വിളിച്ചാലോ എന്ന് വിളിച്ച് ചോദിക്കുന്നതും ഇതേ ടൈമിൽ ഗോങ്യോങ് ഇങ്ങനെ തിരക്ക് പിടിച്ചു പോകുന്നത് ഈ സ്പേസ് സ്യൂട്ടൊക്കെ വെച്ച സ്ഥലത്തേക്കായിരിക്കും. അവിടെ ഇവൻ ആലോചിക്കുന്നത് ഇവനോട് ട്രെയിനിങ് ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പേസിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ എത്ര സ്പീഡിൽ നടക്കണമെന്ന് വിചാരിച്ചാലും നമുക്കത് കഴിയത്തില്ല, കാരണം അത് അങ്ങനെയാണ് 0.0001 സ്പീഡിലേ നമ്മൾ അനങ്ങത്തുള്ളൂ, അത് നമ്മുടെ ഹാർട്ടിന് തന്നെ ഭയങ്കര പ്രശ്നമായിട്ടൊക്കെ നമുക്ക് തോന്നുന്നൊക്കെ പറഞ്ഞത് നമ്മൾ മുന്നത്തെ എപ്പിസോഡിലും പറഞ്ഞിരുന്നു. ഈ കാര്യം ഇവൻ ആലോചിച്ചെടുക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് മിനാലി എത്തുന്നതും. അതെ ഒന്ന് അങ്ങോട്ട് വരാമോ എന്ന് ചോദിക്കുന്ന ഇവളോട് അല്ല ഇതിവിടെ നിന്ന് എടുത്ത് മാറ്റാൻ കഴിയില്ലേ എന്നാണ് ഇവൻ ചോദിക്കുന്നത്. പറ്റൂലെന്ന് പറയുമ്പോൾ ഇവനങ്ങ് സന്തോഷമാകുന്നുണ്ട്. പിന്നീട് ഇവനാണെങ്കിൽ സെങ്ജുൻ്റെയും സാൻഡിയുടെ അടുത്തേക്ക് എത്തുമ്പോൾ മിനാലി ആണെങ്കിലും അതെ താൻ പറഞ്ഞല്ലോ ഇങ്ങനെ കാല് പിടിക്കണമെന്ന്, ഞങ്ങളതിന് ഓക്കെയാണ്, നമുക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ ഇവനങ്ങ് സന്തോഷമാകുന്നുണ്ട്. അതായത് നേരത്തെ ഇപ്പോൾ ഫ്രണ്ടിനോട് പറഞ്ഞേ ഉള്ളൂ, അതായത് ഒരു 3-4 പേരൊക്കെ പിടിച്ച് നിൽക്കുകയാണെങ്കിൽ ഇത് പിന്നെയും പെർഫെക്ഷനിൽ ചെയ്യാൻ പറ്റുമെന്ന്, അത് പറഞ്ഞു കഴിയുമ്പോഴേക്കാണ് ഇങ്ങനൊരു ഓഫർ കിട്ടുന്നത്. ഇവനങ്ങ് സന്തോഷമാകുന്നുണ്ട്. ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അങ്ങനെ ഇവൻ ചെയ്യാൻ വന്ന കാര്യം എന്താണെന്നറിയുമ്പോൾ ഇവർ 3 പേരും സമ്മതിക്കും എന്നുള്ളൊരു കാര്യത്തിൽ ഡൗട്ടാണല്ലേ. സോ അറിയണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് വെയിറ്റ് ചെയ്തേ പറ്റൂ.